യഹൂദ രാജ്യത്തിലെ സകലമാന പൗരന്മാരെയും അറിയിക്കുവാനുള്ള രാജാധിരാജൻ ഹെറോദേസ് തിരുമനസിന്റെ കൽപ്പന. നമ്മുടെ രാജ്യത്ത് അക്രമവും കൊള്ളിവയ്പും ചതിയും വഞ്ചനയും നടത്തുവാനായി ഒരു ആൺകുഞ്ഞ് ജനിച്ചിട്ടുള്ളതായി നമുക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. ആയതിനാൽ 2 വയസ്സിൽ താഴെ പ്രായമുള്ള എല്ലാ ആൺകുഞ്ഞുങ്ങളുടെയും മാതാപിതാക്കൾ തങ്ങളുടെ കുട്ടികളെ രാജസന്നിധിയിൽ എത്തിക്കുകയോ കൊന്നുകളയുകയോ രാജഭടന്മാരെ മടികൂടാതെ ഏൽപ്പിക്കുകയോ ചെയ്യണമെന്നും അപ്രകാരം ചെയ്യാത്തവരെ കണ്ടാലുടൻ ഗളഹസ്തം ചെയ്യുന്നതാണെന്നും യഹൂദ രാജാവായ ഹെറോദാസ് തിരുമനസ് കൽപ്പിക്കുന്നു. നമ്മുടെ രാജ്യത്ത് അക്രമവും കൊള്ളിവയ്പും ചതിയും വഞ്ചനയും നടത്തുവാനായി ഒരു ആൺകുഞ്ഞ് ജനിച്ചിട്ടുള്ളതായി നമുക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. ആയതിനാൽ 2 വയസ്സിൽ താഴെ പ്രായമുള്ള എല്ലാ ആൺകുഞ്ഞുങ്ങളുടെയും മാതാപിതാക്കൾ തങ്ങളുടെ കുട്ടികളെ രാജസന്നിധിയിൽ എത്തിക്കുകയോ കൊന്നുകളയുകയോ രാജഭടന്മാരെ മടികൂടാതെ ഏൽപ്പിക്കുകയോ ചെയ്യണമെന്നും അപ്രകാരം ചെയ്യാത്തവരെ കണ്ടാലുടൻ ഗളഹസ്തം ചെയ്യുന്നതാണെന്നും യഹൂദ രാജാവായ ഹെറോദാസ് തിരുമനസ് കൽപ്പിക്കുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 18-ാം വാക്യം. റാമായിൽ ഒരു സ്വരം കേട്ടു, കരച്ചിലും കൂട്ടനിലവിളിയും. റാഹേൽ തൻ്റെ പുത്രന്മാരെ ചൊല്ലി കരയുന്നു. അവർ അവശേഷിക്കായകയാൽ അവൾക്ക് ആശ്വാസം കണ്ടെത്താൻ കഴിയുന്നില്ല. ആസന്നമായ ക്രോധത്തിൽ നിന്ന് ഓടിയകലുവാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയത് ആരാണ്? മാനസാന്തരത്തിന് യോജിച്ച ഫലം പുറപ്പെടുവിക്കുകയും വൃക്ഷങ്ങളുടെ വേരിന് കോടാലി വെച്ചുകയും നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷങ്ങളെല്ലാം വെട്ടി തീയിലെറിയും. മാനസാന്തരത്തിനായി ജലം കൊണ്ട് ഞാൻ നിങ്ങളെ സ്നാനപ്പെടുത്തി. എന്റെ പിന്നാലെ വരുന്നവൻ എന്നെക്കാൾ ശക്തൻ. അവന്റെ ചെരുപ്പ് വഹിക്കുവാൻ പോലും ഞാൻ യോഗ്യനല്ല. അവൻ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും നിങ്ങളെ സ്നാനപ്പെടുത്തും. ഇതാ ലോകത്തിന്റെ പാപങ്ങൾ വഹിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. ഞാൻ നിന്നിൽ നിന്ന് സ്നാനം സ്വീകരിക്കേണ്ടിയിരിക്കെ നീ എന്റെ അടുത്തേക്ക് വരുന്നു. ഇപ്പോൾ ഇത് സമ്മതിക്കുക. അങ്ങനെ സർവനീതിയും പൂർത്തിയാക്കുക നമുക്ക് ഉചിതമാണ്. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഈ വേദിയിൽ ഈ വർഷത്തെ ശിശുവധ പ്രദർശനം അവസാനിക്കുകയാണ്.